വേദിയിൽ ഇപ്പോൾ സ്നേഹസ്പർശം 2024 ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ അമർഷാൻ ഭദ്രദീപം കൊളുത്തി ഈ മഹനീയ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് ഈ മഹനീയ ചടങ്ങിൽ പങ്കാളികളാകുക. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ഗ്ലോബൽ പ്രവാസി സ്നേഹസ്പർശം 2024 കൂട്ടായ്മയുടെ ഈ ഒരു പരിപാടിക്ക് വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ ആദ്യം സന്തോഷം അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ നിരവധി പരിപാടികൾക്ക് വിളിക്കാറുണ്ടെങ്കിലും പല പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ഈ ഒരു പരിപാടിക്ക് വിളിച്ച സമയത്ത് വരാനുണ്ടായ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രവാസികൾ നടത്തുന്ന പരിപാടി. നമ്മുടെ ഒരു നാടിന് ഒരു വിപത്ത് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു രോഗികൾക്ക് വലിയ രീതിയിലുള്ള രോഗപരമായ ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് ആവശ്യമായ സഹായം നൽകാനുള്ള ഉത്സാഹം കാണിക്കുന്ന ആളുകളാണ് പ്രവാസികൾ. ഇപ്പം ഞാനടക്കമുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ കേരളത്തിലുടനീളം നിരവധി കുടുംബങ്ങളുടെ പ്രയാസമേറിയ സാഹചര്യം ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ സഹായം നൽകാനുള്ള വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന കൂടപ്പിറപ്പുകളാണ് പ്രവാസികൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവാസികൾ നടത്തുന്ന ഈ ഒരു ഇഫ്താർ വിരുന്ന് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞ് കേട്ടു ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ട്. ഓരോ പ്രദേശങ്ങളിലും നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആകർഷണം തോന്നിയ ഒരു കാര്യം, ഇന്ന് ഇവിടെ വെച്ച് കിടപ്പ് രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ഉപകരണ വിതരണം നടത്തുന്നുണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനങ്ങളിലും നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രദേശങ്ങളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരെ ഒന്ന് ചെന്ന് കാണുകയെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അതിന് സമയം മാറ്റിവെക്കാറുണ്ട്. കാരണം കിടപ്പ് രോഗികളോട് കരുണ കാണിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയായി നമ്മൾ കാണണം. ആരോഗ്യമുള്ള ഓരോരുത്തരുടെയും. വാർദ്ധക്യം കൊണ്ട് കിടപ്പ് രോഗികളായ ആളുകൾ ഉണ്ടായേക്കാം. നിർഭാഗ്യവശാൽ പല അസുഖങ്ങളും കാരണം കിടപ്പ് രോഗികളായ അവസ്ഥ പല ആളുകളിലും നമ്മൾ കാണാറുണ്ടായി. ഒരുപാട് കിടപ്പ് രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ആശ്വാസപരമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് നമ്മുടേത്. ഓരോ ആളുകൾക്കും ആവശ്യമായ രീതിയിലുള്ള പരിഹാര ശ്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പരിഹാരങ്ങളൊക്കെ പടച്ചവന്റെ കാരുണ്യത്താൽ നമുക്ക് അവർക്ക് പൂർണ്ണമായും ചെയ്തു നൽകാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരുപാട് കിടപ്പ് രോഗികളുടെ അടുക്കിലേക്ക് പോയി അവരുടെ വിഷമതകളും അവരുടെ പ്രയാസങ്ങളും ചോദിച്ചറിഞ്ഞ് അവർക്ക് എന്താണോ ആവശ്യം, മരുന്ന് കൊണ്ടാണോ അവർ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചികിത്സ മുടങ്ങിയിട്ടാണോ അവർക്കുള്ള പ്രയാസങ്ങൾ, അതിനൊക്കെ വലിയ രീതിയിലുള്ള പരിഹാര ശ്രമങ്ങൾ നമ്മൾ കാണാറുണ്ട്. കേരളത്തിലുടനീളം ഒരുപാട് കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ പടച്ചവന്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതിലൊക്കെ വലിയ പങ്ക് വെച്ച ആളുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ. അതുകൊണ്ട് തന്നെ പ്രവാസികൾ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് വരേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചുരുങ്ങിയ കാലയളവിൽ ഏകദേശം കൊറോണ തുടങ്ങിയപ്പോഴാണ് 9 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയോട് കൂടി ഇവരുടെ ഒരു പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഇവിടെ പറയുകയുണ്ടായി. ഇന്നത് 300-ൽ പരം ആളുകളായി മാറിയിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായാൽ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന അർഹതപ്പെട്ട രോഗികൾക്ക് വലിയ രീതിയിലുള്ള താങ്ങും തണലും ആശ്വാസവുമാകാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും. ഓരോ നാടുകളിലും ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ഓരോ കൂട്ടായ്മകളെ കാണുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത്, ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ നമ്മുടെ നാട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടുകാർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകണം. കാരണം അവർ പ്രവർത്തിക്കുന്നത്, അവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ നടത്തുന്നത് അർഹതപ്പെട്ട രോഗികളെ, അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനാണ്. ഇതുപോലുള്ള ഒരുപാട് കൂട്ടായ്മകളെ നമുക്ക് കൃത്യമായി സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി അവരെ എന്നും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. പരിശ്രമമാണ്. ഓരോ പരിശ്രമങ്ങളും പടച്ചവന്റെ കാരുണ്യത്താൽ വിജയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തും. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ആവശ്യമായ ചികിത്സാ ധനസഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു കുടുംബത്തിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ അക്കൗണ്ട് എടുക്കാൻ പോലും ആ കുടുംബത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടാവാറില്ല. അക്കൗണ്ട് പോലും ആ കുടുംബം മറ്റുള്ള ആളുകളുടെ മുന്നിൽ നിന്ന് കടം വാങ്ങിയാണ് അക്കൗണ്ട് പോലും എടുക്കാറുള്ളത്. അപ്പൊ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വീഡിയോ ചെയ്ത് ആ ഒരു വീഡിയോ പൊതുസമൂഹമായ നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ ആളുകളുടെ മുന്നിലേക്ക് എത്തിപ്പെടുമ്പോൾ അത്ഭുതകരമായി ആ അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ വരുന്ന കാഴ്ച. ഒരു പരിശ്രമം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആ പരിശ്രമം പടച്ചവന്റെ കാരുണ്യത്താൽ ഒരുപാട് ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങളുടെ സഹായ സഹകരണത്താൽ വിജയിക്കുന്ന ആ ഒരു നിമിഷം, അത് മനസ്സിന് വലിയ സന്തോഷമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ പരിശ്രമം പടച്ചവന്റെ അനുഗ്രഹത്താൽ വിജയത്തിലേക്ക് എത്തുമെന്നാണ്. ഇപ്പൊ ഇന്നിവിടെ കിടപ്പ് രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ഉപകരണം നൽകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് കിടപ്പ് രോഗികൾക്ക് അവശത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഓരോ ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ള എല്ലാവിധ സംവിധാനവും പടച്ചവന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഈ ഒരു പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരാനും സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെയൊക്കെ സമ്മതപ്രകാരം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സാർ.